പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ബാക്ക് യാർഡിലെ ചെറിയൊരു ഗാർഡനാണ്. 2 വർഷം മുമ്പ് ഞങ്ങൾ ഈ വീട് മേടിച്ചപ്പോൾ വണ്ടിയായി കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളുടേതായ ഇഷ്ടത്തിന് പൂക്കളും ചെടികളും പച്ചക്കറികളും എല്ലാം നട്ടു. അതിൻ്റെ ചെറിയൊരു വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇന്ന്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഞങ്ങളുടെ ഈ സൺഫ്ലവർ ചെടികൾ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സൺഫ്ലവറിനെ ഇവിടെ നട്ടിരുന്നു. ഇതിൻ്റെ ചെറിയൊരു തൈ നദാനിയേലിൻ്റെ നഴ്സറി പഠിച്ച സമയത്ത് ടീച്ചർ കൊടുത്തിരുന്നു. അതിൽ നിന്നുണ്ടായ പൂവിൽ നിന്ന് എടുത്ത തൈകളാണ് ഇത് മുഴുവൻ. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ 1 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ്. ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യം കിട്ടിയപ്പോൾ ഉള്ള ഗാർഡൻ. അത് ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലാക്കി. ഒക്കെ എംറ്റി ആയി കിടന്ന ഈ ഗാർഡനിൽ ഞങ്ങൾ 3 മരങ്ങൾ നട്ടു. ഒരു സൈഡിലായിട്ട് ആപ്പിള്, പേര്, പ്ലം. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ അസ്ഡേന്ന് വാങ്ങിച്ചാണ് നട്ടത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണിത്. മതി ഇനി ഡാഡി നീടുണ്ടോ എന്നിട്ടോ ഡാഡി അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഇതാണിപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ. മുഴുവൻ പച്ചക്കറികളും ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എൻ്റെ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ ബോൺ മീൽ. അപ്പം ആദ്യം തന്നെ ചെടി നടുന്നതിന് മുമ്പ് മണ്ണുമായിട്ട് അത് മിക്സ് ചെയ്യും. പിന്നെ ബഗ് ക്ലിയർ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കും. പിന്നെ ടൊമാറ്റോ ഫീഡ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും എല്ലാ ചെടികൾക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കും. എൻ്റെ ഗാർഡനിൽ മെയിനായിട്ടുള്ളത് ഈ റണ്ണർ ബീൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോസ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ടൊമാറ്റോസും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെറി ടൊമാറ്റോ, ഗ്രേപ്പ് ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകളായിട്ടും സീഡായിട്ടും ഞാൻ അസ്ഡേന്നും ബിയാനമ്മീന്നൊക്കെയാണ് വാങ്ങിച്ചത്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടെ തന്നെ ഞാൻ ഇതിനെയെല്ലാം പാകി ഇൻഡോറായിട്ട് പാകി മുളപ്പിച്ചിരുന്നു. പിന്നെ ഒരു മെയ് അവസാനത്തോടു കൂടിയാണ് ഞാൻ ഇതിനെയെല്ലാം ഔട്ട്ഡോറായിട്ട് നട്ടുപിടിപ്പിച്ചത്. കാരണം ഇല്ലെങ്കിൽ തണുപ്പൊക്കെ കൊണ്ട് ഈ രാത്രിയിലെ ഫ്രോസ്റ്റ് കൊണ്ട് ഇത് നശിച്ചു പോകാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സമ്മർ ആയതിനു ശേഷമാണ് ഇവയെ ഞാൻ പുറത്ത് നട്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ചുവന്ന ചീര. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് പാകി ഞാൻ ഇതിനെയും ഇതുപോലെ തന്നെ ഇൻഡോറിൽ പാകി മുളപ്പിച്ചതാണ്. ഈ വർഷം എനിക്ക് നല്ല ഒരു രീതിയിൽ ഈ ചുവന്ന ചീര കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഈ ബീൻസിൻ്റെയും ടൊമാറ്റോയുടെയും ഇടയ്ക്കാണ് ഞാൻ ഈ പൊട്ടറ്റോ നട്ടിരുന്നത്. പൊട്ടറ്റോയും കുക്കുംബറും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടി. 3-4 കിലോ പൊട്ടറ്റോയും ഒത്തിരി കുക്കുംബറൊക്കെ എനിക്ക് ഈ പ്രാവശ്യം കിട്ടിയിരുന്നു. വീട്ടിൽ കുക്കിങ്ങിനായി കൊണ്ടുവന്ന പൊട്ടറ്റോ ഇങ്ങനെ മുളച്ചപ്പോൾ അതാണ് ഞാൻ നട്ടിരുന്നത്. അല്ലാതെ ഞാൻ വേറെ അതിൻ്റെ തയ്യോ സീഡോ ഒന്നും വാങ്ങിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ നട്ട പൊട്ടറ്റോയിൽ നിന്നാണ് എനിക്ക് ഇത്രയും വിളവ് ഈ വർഷം കിട്ടിയത്. അപ്പം ഇതാണ് റാസ്ബെറി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് റാസ്ബെറി. അതുകൊണ്ട് തന്നെ ഞാൻ 2 റാസ്ബെറിയുടെ തൈകളും വാങ്ങിച്ചിരുന്നു. ഈ വർഷം അതിൽ നിന്നാണേലും ഞങ്ങൾക്ക് കുറേ റാസ്ബെറി കിട്ടി. പിന്നെ ഞങ്ങളുടെ ഗാർഡനിൽ മെയിനായിട്ടുള്ള സ്ട്രോബെറീസ് ആണ്. പലതരത്തിലുള്ള സ്ട്രോബെറീസും ഉണ്ട്. കൂടുതലും ഞാൻ ഹാങ്ങിങ് ബാസ്ക്കറ്റിലും പിന്നെ ഞങ്ങളുടെ ഗാർഡനിലെ തട്ട് പോലെയുള്ള അവിടെ ചെടിച്ചട്ടിയിലുമാണ് നട്ടിരുന്നത്. ഇതുപോലെ ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലോ ഇങ്ങനെ സ്ട്രോബെറി നടുവാണെങ്കിൽ ഈ സ്ലഗിൽ നിന്നൊക്കെ നമുക്കൊന്ന് അതിനെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് പരിചരിക്കാനും വെള്ളം ഒഴിക്കാനും ഒക്കെ ഈസിയാണ്. ഇനിയുള്ളത് കുറച്ച് പൂക്കളൊക്കെയാണ്. പലതരത്തിലുള്ള റോസും പിന്നെ ബെഗോണിയ പോലെയുള്ള കുറച്ച് പൂക്കളും മാത്രമാണ് ഈ വർഷം ഞാൻ നട്ടുപിടിപ്പിച്ചത്.
ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഞാൻ ഈ ഫ്ലവറിങ് ഫീഡ്സ് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒഴിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ ഒത്തിരി പൂക്കളുണ്ടായിട്ടുണ്ടായിരുന്നു. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on